വാർത്താ വ്യക്തിയിലേക്ക് സ്വാഗതം. 2011 വരെ താങ്കളുടെ ഒരു ചിത്രം വേറെയായിരുന്നു. കാരണം താങ്കൾ AK ആന്റണിയുടെ കൂടെ നിന്ന് ശക്തമായിട്ട് നിന്നൊരു കാലഘട്ടം, പിന്നെ അവിടുന്ന് ഇറങ്ങിപ്പോരുന്നത്, പിന്നെ DIC ഉണ്ടാക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ വൈബ്രൻ്റ് ആയിട്ട് ഒരു റിബൽ സ്വഭാവത്തോടെ തന്നെ വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ട് പോയി വന്ന ആള് കോൺഗ്രസ് വീണ്ടും തിരിച്ചെത്തിയപ്പോൾ ഒരു കുഞ്ഞാടിനെ പോലെ ആയി എന്നൊരു സംസാരം. അങ്ങനെ എൻ്റെ ആവശ്യമില്ല. പറയേണ്ട കാര്യങ്ങൾ അപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്. പിന്നെ ഓരോ കാലഘട്ടം മാറുമ്പോൾ അതനുസരിച്ച് മനുഷ്യനും മാറണ്ടേ. ഞാൻ പറഞ്ഞ 10 വർഷം മുമ്പുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഒന്നുള്ളത്. മുമ്പൊക്കെ എന്ത് പറഞ്ഞാലും കോൺഗ്രസ് തന്നെ. വേറൊരു ചോയ്സ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എല്ലാവരും പലതും കളിച്ചു. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകുന്നൊരു കാലഘട്ടമാണ്. ഇവിടെ പാർട്ടിയെ പിടിച്ചു നിർത്തണമെങ്കിൽ ആത്മസമ്മേനം കൂടിയേ തീരൂ. താങ്കൾ ചിന്തിക്കുന്നുണ്ടോ BJPയും RSSും കോൺഗ്രസിൽ നിന്ന് നേതാക്കളെ കൊണ്ടുപോകുമെന്ന്? അല്ല, അങ്ങനത്തെ ഒരു ഭയമൊന്നുമില്ല. കേരളത്തിൽ ഇപ്പോഴും BJPക്ക് ഭാഗമായിട്ടൊന്നുമില്ല. അതായത് എന്ത് പറഞ്ഞാലും ശരി. എന്നാലും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെ പല പേരുകളും പ്രചരിക്കുന്നുണ്ട് BJPയിലേക്ക് പോകുന്നു. അവരൊന്നും പോകുന്ന പ്രശ്നമേ ഇല്ല. എന്താ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഒരു മുന്നണിയില്ലാതെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അവർക്ക് എത്ര സ്ഥലത്ത് എന്താ പറയുക, അവർ എത്ര സ്ഥലത്താണ് ഡിസൈഡിങ് ഫാക്ടറായിട്ടുള്ളത്? പകുതിയോളം കേരളത്തിലെ പകുതിയോളം നിയോജകമണ്ഡലങ്ങളിൽ വേരോട്ടമില്ല. അങ്ങനെ പാർട്ടിയിൽ ചെന്ന് എന്ത് കിട്ടാനാ? ഒരു MLA പോലും ആവാൻ ചക്രശ്വാസം വലിക്കുന്ന പാർട്ടിയാണ്. 2011 കോൺഗ്രസിൽ തിരിച്ചു വന്ന ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ താങ്കൾ മന്ത്രിസഭയിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ എത്തിയില്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ തിരിച്ചുവരവിൽ താങ്കളെ പാർട്ടി പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, പാർട്ടി സീറ്റ് തന്നു. ആ സീറ്റ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. വിജയിക്കുക മാത്രമല്ല, 5 വർഷക്കാലം നന്നായിട്ട് കാത്തു സൂക്ഷിച്ചു. വീണ്ടും ഒരു ഇലക്ഷൻ വന്നപ്പോൾ അതിശക്തമായിട്ടുള്ള അടിയൊഴുക്കലുണ്ടായിട്ടും ആ സീറ്റ് പാർട്ടിക്ക് വേണ്ടി നിലനിർത്തി കൊടുത്തു. അപ്പോൾ പാർട്ടി എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തു. പിന്നെ മന്ത്രിസഭയിൽ എടുക്കാത്ത എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അല്ല, അന്ന് വെള്ളാപ്പള്ളിയെ പോയി താങ്കൾ കണ്ട് നന്ദി പറഞ്ഞ് NSSന്റെ അടുത്ത് പോയില്ല എന്ന് പറഞ്ഞു. ഞാൻ 2 പോയിട്ട് നന്ദി പറഞ്ഞല്ലോ. അന്ന് 2 കൂട്ടരും സഹായിച്ചു. ഇന്ന് 2 പോയിട്ട് നന്ദി പറഞ്ഞു. അല്ല, NSSന് ഒരു അതൃപ്തി താങ്കളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നല്ലോ. അതെന്താ എനിക്കറിയാം. എന്നോട് അങ്ങനെ അതൃപ്തി തോന്നേണ്ട കാര്യമില്ല. എങ്ങനെയാണ് ബന്ധം? അല്ല, ഞാൻ ആരുമായിട്ട് ഏറ്റുമുട്ടലിനൊന്നും പോയിട്ടില്ല. സുമാരൻ നായരായിട്ട് നല്ല അടുപ്പത്തിലാണോ? അല്ല, ഞാൻ ആരുമായിട്ട് യുദ്ധത്തിന് പോയിട്ടില്ലല്ലോ. പല കാര്യങ്ങളും നമുക്ക് പലപ്പോഴും അഭിപ്രായ ഐക്യം ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ലീഡർക്കുണ്ടായിരുന്ന ആ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നയതന്ത്രമായിട്ടൊരു ബന്ധം താങ്കൾ സൂക്ഷിക്കാതെ പോയിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. എൻ്റെ ശൈലി വ്യത്യാസം ഉണ്ടല്ലോ. കരുണാകരൻ്റെ മകനായി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ശൈലിയും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമല്ല എനിക്കുള്ളത്. എനിക്ക് എൻ്റേതായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. അല്ല, ഇപ്പോൾ ലീഡറുടെ മകൻ എന്ന നിലയിലാണ് താങ്കൾ രാഷ്ട്രീയത്തിൽ വന്നത്. പക്ഷെ താങ്കൾ KPC പ്രസിഡന്റ് മറ്റു ഭാരവാഹി ഇപ്പോൾ സ്വന്തമായിട്ടൊരു നിലപാടിലേക്ക് മാറി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? സ്വന്തമായിട്ടുള്ള നിലപാടല്ല, എപ്പോഴും സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവണം. കരുണാകരൻ്റെ KRF ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അത് എല്ലാവർക്കും ഉണ്ടാവണം. കരുണാകരൻ്റെ മകനായി ജനിച്ചതും രാഷ്ട്രീയത്തിൽ വന്നതൊക്കെ അത് ഗുണമാണോ ദോഷമാണോ ഉണ്ടായിട്ടുള്ളത്? അത് ഗുണം തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ദോഷം ഉണ്ടായിട്ടില്ല. ഒരു ദോഷം ഉണ്ടായിട്ടില്ല. അതൊക്കെ ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് തിരിച്ചടികളുണ്ടാവും. അതിനെ ദോഷമായിട്ട് കാണരുത്. പക്ഷേ ലീഡറുടെ അവസാന കാലത്ത് താങ്കളും ലീഡറും തമ്മിൽ അകൽച്ചയിലാണെന്ന് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അല്ല, അത് അകൽച്ച എടുത്ത സ്റ്റാൻഡുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കോൺഗ്രസിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ കൂട്ടായിട്ട് തീരുമാനിച്ചു പോകേണ്ടതായിരുന്നു. അല്ലാതെ അദ്ദേഹം തന്നെ ആദ്യം തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെ അത് ഒഴിവാക്കാമായിരുന്നു. അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ എക്കാലത്തെയും വലിയ നേതാക്കളിൽ ഒരാളായിട്ടുള്ള കരുണാകരനെ പോലെ ഒരാള് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഒരുപക്ഷെ ഒരു ഇതുണ്ടാവുമല്ലോ, ത്രിവർണ്ണ പതാക അദ്ദേഹം ചിന്തിച്ചതിൽ തെറ്റില്ല. പക്ഷേ അതൊരു കൂട്ടായ ഒരു തീരുമാനം എടുത്തു. അതായത് പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ ഒരു കൂട്ടായ തീരുമാനം എടുത്തിട്ടാണ് പോയത്. തിരിച്ചു വരുമ്പോൾ അതുവരെ തീരുമാനിക്കായിരുന്നു. അല്ല, സ്വാഭാവികമായിട്ടും പിന്നെ അങ്ങനെ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നില്ല. പോയതിനു ശേഷം എടുക്കേണ്ടി വന്ന സ്റ്റാൻഡുകളൊക്കെ അണികൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കിയിരുന്നു. ആ നിലയ്ക്ക് നമുക്ക് തിരിച്ചു പോകണം എന്ന് അതുകൊണ്ടൊരു കമ്മിറ്റി വിളിച്ച് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുമായിരുന്നു.
അക്കാര്യത്തിൽ വേറൊരു പ്രചരണം ഉണ്ടായിരുന്നത് ഈ മക്കളുടെ കാര്യത്തിൽ പത്മജിയോട് കുറച്ചും കൂടി ഒരു താല്പര്യം ലീഡർ അവസാന കാലത്ത് കാണിച്ചു എന്നുള്ളത് താങ്കളെ ദുഃഖിപ്പിച്ചിരുന്നു. അല്ല, അതിലൊന്നും കഥയൊന്നുമില്ല. അത് കുടുംബത്തിലാവുമ്പോൾ ചിലപ്പോൾ മറ്റേ എന്താ വേണ്ട, അച്ഛന് പെൺകുട്ടിയോടും അമ്മയ്ക്ക് ആൺകുട്ടിയോടൊക്കെ ഇഷ്ടം തോന്നും. അത് സ്വാഭാവികമാണ്. അതും രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ താങ്കൾ വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയായി, ചാലക്കുടിയിൽ പത്മജ സ്ഥാനാർത്ഥിയായി. അത് രണ്ടുപേരുടെയും തോൽവിക്ക് കാരണമായില്ല. കാരണം വീട്ടിൽ നിന്ന് എല്ലാവരും മത്സരിക്കുന്നു. അങ്ങനെ കാരണം അവിചാരിതമായിട്ടാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. അപ്പോൾ ഞാൻ വടക്കാഞ്ചേരിയിലേക്ക് മത്സരിക്കുന്നു, പെങ്ങള് മുകുന്ദപുരം പാർലമെൻറ്റിൽ. അത് ഒരു കുടുംബത്തിലെ 3 പേര് മത്സരിക്കുക എന്ന ഒരു പേരുണ്ടായി. അതാണ് തോൽവിക്ക് കാരണമായി. തോൽവിക്ക് പ്രധാന കാരണം കാരണം അത് തന്നെയാണ്. ഒരു കുടുംബത്തിലെ 3 പേർ മത്സരിക്കുന്നു എന്നുള്ളത് തോൽവിയുടെ കാരണം തന്നെയാണ്. KPCC പ്രസിഡന്റായിരുന്ന ആള് മന്ത്രി സ്ഥാനത്തേക്ക് മാറിയിട്ടാണ് മത്സരിച്ചത്. യഥാർത്ഥത്തിൽ KPCC പ്രസിഡന്റ് മന്ത്രി സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനമല്ലേ? അല്ല, അന്ന് പിന്നെ പാർട്ടിയാണ് എന്നോട് ആവശ്യപ്പെട്ടത് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ. പക്ഷെ അത് ഒഴിയരുന്ന് ലീഡർ എന്ന് പറഞ്ഞിരുന്നില്ലേ? പക്ഷെ ഒഴിയാൻ ഹൈക്കമാൻഡ് പറഞ്ഞ് ഒഴിയാതെ പറ്റുമോ? പക്ഷെ അതിൽ പറ്റിയൊരു പാളിച്ച, മന്ത്രിസ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്നില്ല, പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തപ്പോൾ അധികാരത്തോടൊരു മോഹം ഉണ്ടെന്നുള്ള ഒരു ധാരണയുണ്ടായി ജനത്തിന്. അതാണ് തോൽവിയുടെ കാരണം. താങ്കളുടെ തെരഞ്ഞെടുപ്പിലേക്കുള്ള വഴിയുടെ ഇതിൽ എപ്പോഴും പറയാറുള്ളതുണ്ട്, ലീഡർ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ AK ആന്റണി അടക്കമുള്ളവർ താങ്കളുടെ കാര്യത്തിൽ തീരുമാനിച്ചു എന്നാണ്. ഇപ്പോൾ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പാർട്ടിയുടെ വിഭാഗം കൺവീനറായിട്ട് വന്നിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചേക്കൊന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നും പറയുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അതിനെന്താ, നല്ല കഴിവുള്ള ചെറുപ്പക്കാർ രംഗത്ത് വരണം. എപ്പോഴും എന്താ, ഇനി തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരണം. പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള IT രംഗത്ത് പ്രാവീണ്യമുള്ള അനിൽ ആന്റണിയെ പോലുള്ളവർ വരുന്നത് പാർട്ടിക്ക് ഗുണം തന്നെയാണ്. അല്ല, IT രംഗത്ത് പ്രാഗൽഭ്യമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ AK ആന്റണിയുടെ മകനായതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഈ ചാൻസ് ലഭിക്കുന്നത്? അതല്ല, ഇപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയുടെ മീഡിയ സെന്ററിന്റെ ചുമതലയിലേ കൊടുത്തിട്ടുള്ളൂ. അതിനെക്കുറിച്ച് ഇപ്പോൾ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന് വന്ന് പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം ഭാവിയിൽ തെളിയിക്കില്ല എന്ന് ആര് കണ്ടു? ലീഡർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് താങ്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. മദ്യം കൊണ്ടുവരുന്നു, ഗൾഫിൽ നിന്ന് ഗ്രീൻ ചാനലിലൂടെ സ്വർണം കൊണ്ടുവരുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് താങ്കൾക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതൊക്കെ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വന്നിട്ടുള്ള. അത് വെച്ചാൽ താങ്കൾ രാഷ്ട്രീയത്തിൽ വരുമെന്ന് ആരെങ്കിലും കണക്ക് കൂട്ടിയിരുന്നോ? ഞാൻ വരുന്ന വല്ലതും കണക്ക് കൂട്ടിയിരുന്നില്ല. അതാരും പ്രതീക്ഷിച്ചതുമില്ല. വന്ന സമയത്ത് പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കഥകളുണ്ടാക്കി. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ താങ്കളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വിഷയങ്ങൾ വരെ വന്നിരുന്നു. അതുവരെ വന്നു. അതിന്റെ പിന്നിൽ ആരെങ്കിലും ചരട് വലിച്ചിട്ടുണ്ടോ? അതൊക്കെ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള സംഭവം. അത് ലീഡറോടുള്ള ഒരു വിദ്വേഷത്തിന്റെ പുറത്താണ് അതൊക്കെ വന്നതായിട്ട് താങ്കൾ വിശ്വസിക്കുന്നത്? അച്ഛനോടുള്ളത് മാത്രമല്ല, ഞാൻ എൻ്റെ ഭാവി കൂമ്പടഞ്ഞ് വോട്ട് എന്നുള്ള വിചാരമുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ എടുത്തുചാട്ടം ഉണ്ടായി, അല്ലെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നുവെന്ന് തോന്നുന്നു. കുറെ കൂടെ വിജിലന്റ് ആവേണ്ടതായിരുന്നു എന്ന് ഇപ്പൊ തോന്നാറുണ്ട്. ഇപ്പോഴത്തെ CPM നേതൃത്വത്തെ നേരിടാൻ പറ്റിയ ആൾ താങ്കളാണെന്ന് പറയുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. അപ്പൊ അതേക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള? അല്ല, അതിപ്പോ ആ കാര്യത്തിൽ ഞാൻ ഒട്ടും പുറകോട്ടല്ലല്ലോ. ഗവൺമെന്റ് വിമർശിക്കുന്ന കാര്യത്തിലും സമരം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഞാൻ സജീവമായിട്ട് രംഗത്തുണ്ടല്ലോ. അപ്പോൾ അന്ന് ഈ വിശ്വാസ സംരക്ഷണ യാത്ര നയിക്കണം എന്ന് പറഞ്ഞു, ഞാൻ നയിച്ചല്ലോ. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അത് പാർട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ഭംഗിയായിട്ട് ചെയ്യും. പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ നേതാവിനെ ഈ കോൺഗ്രസും കോൺഗ്രസിലെ നേതാക്കളും ഭയക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അദ്ദേഹത്തിന് തന്നെ ശത്രുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പിണറായി വിജയനെയോ CPM നേതൃത്വത്തെയോ വിമർശിക്കാൻ കോൺഗ്രസിലെ പല നേതാക്കളും മടി കാണിക്കുന്നത്? അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അല്ല, വിമർശനം വേണ്ട പോലെ ഏൽക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് സാധാരണ പാർട്ടി പ്രവർത്തകർക്കുണ്ട്. അത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും തരത്തിൽ സാധാരണ മടിയിൽ കനമുണ്ടെങ്കിലാണ് പേടിക്കുന്നത്. അല്ല, ഞാൻ എനിക്ക് മടിയിൽ ഘനമില്ല, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ബാക്കിയുള്ളവർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിയില്ല. എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വളരെ ശക്തമായ നിലപാടാണ് CPM അടുത്ത വർഷമൊക്കെ കൈക്കൊണ്ടത്. അതുപോലൊരു നിലപാടെടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? അതാണ് പലരും ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിലപാടെടുക്കുന്നില്ല എന്ന്. ഏതായാലും ഞാൻ ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്.
പാർട്ടി എന്നെ അക്കാര്യത്തിൽ പൂർണ്ണമായിട്ട് പാർട്ടി എന്നെ പിന്തുണച്ചിട്ടുണ്ട്. ലീഡർക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുമായിട്ടായിരുന്നു. തീർച്ചയായും. പിന്നീട് വന്നപ്പോൾ നരസിംഹറാവുമായിട്ടും അവസാന കാലത്ത് പിന്നെ സോണിയാഗാന്ധിയായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങൾ വഷളായി. അത് യഥാർത്ഥത്തിൽ താങ്കളെ പോലുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ ഉയർച്ചയെ ബാധിച്ചിട്ടില്ലേ? അതായത് അന്ന് സംഭവിച്ചത് ആക്സിഡൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായി. മറ്റേതാര് പറഞ്ഞാലും അദ്ദേഹം സ്വന്തം തീരുമാനം എടുക്കുകയായിരുന്നു. ഒരാളെ പറ്റി പറഞ്ഞു കൊടുത്തു, അദ്ദേഹം ഫീൽഡിൽ അന്വേഷിക്കും. പക്ഷേ ഈ ആക്സിഡൻറ്റിന് ശേഷം ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ തകർച്ച ജനങ്ങളുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്നതിന് തടസ്സമായി. ഇപ്പോൾ ഇൻഫെക്ഷൻ വരുന്നുള്ളതുകൊണ്ട് ആളുകളെ മാറ്റി നിർത്തി. അങ്ങനെ ഒരു ദൂരം വെച്ചപ്പോൾ പല യാഥാർത്ഥ്യങ്ങളും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചില സ്തുതിപാഠകർ ചുറ്റും കൂടി, അവരിങ്ങനെ ഓരോ എന്ന് പറഞ്ഞു കൊടുത്തു. കുറേ അധികം വിശ്വസിച്ചു. അതിൻ്റെ ഫലമായിട്ട് നരസിംഹറാവുമായിട്ട് തെറ്റിയതിനെക്കുറിച്ച് ഒരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പല പോളിസികളും പാർട്ടിക്ക് ദോഷമായിരുന്നു. അത് അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് 100% ക്ലിയർ ആയിരുന്നു. താങ്കൾക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ പറഞ്ഞ് തിരുത്താമായിരുന്നില്ലേ? കുറേ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ല. അദ്ദേഹത്തിന് തന്നെ പല സംശയങ്ങളും പല കാര്യത്തിലും ഉണ്ടായി. ഒരു ഉദാഹരണം പറഞ്ഞാൽ 13ാം ലോക്സഭയുടെ അവസാന ഘട്ടത്തിൽ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ സെക്ഷനിൽ സാധാരണ സീനിയേഴ്സിന് ഇരിപ്പിടം കൊടുക്കാറുണ്ട്, അല്ലാത്തവർ നിൽക്കാറുണ്ട്. അന്ന് ഫോട്ടോ സെക്ഷനിൽ കെ കരുണാകരൻ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അത് ദേശീയ നേതൃത്വം ഇടപെടാത്തതുകൊണ്ടാണെന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിനുണ്ടായി. അതെല്ലാം ഇങ്ങനെ അകൽച്ചയ്ക്കുള്ള കാരണങ്ങളിൽ പലതുണ്ട്. അതേസമയത്ത് ശ്രീമതി സോണിയാഗാന്ധി പരമാവധി അദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പ്രഖ്യാപിച്ച ലിസ്റ്റിൽ നിന്ന് പോലും സ്ഥാനാർത്ഥികളെ മാറ്റി കൊടുത്തു. അപ്പോൾ അതൊക്കെ ബന്ധങ്ങൾ മെച്ചമാവേണ്ടതായിരുന്നുവെങ്കിലും ബന്ധങ്ങൾ മെച്ചമായില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നല്ല ബന്ധം തന്നെയാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം വെറും ഈ മുഖസ്തുതി കേൾക്കുന്ന ആളല്ല. എന്നെയൊക്കെ പ്രചരണ സമിതിയുടെയൊക്കെ ചെയർമാനാക്കി വെച്ചത് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ട് വാങ്ങിച്ചിട്ടാണ്. അല്ലാതെ എന്നോട് ഇന്ന സ്ഥാനം ഏറ്റെടുക്കുന്നു എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ലീഡർ ഇല്ലാത്ത കാലഘട്ടമാണ്. താങ്കളും പത്മജിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഇല്ല, ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഇതൊന്നുമില്ല? ഒന്നുമില്ല, ഒരു കുഴപ്പം. ഒരു ഇടയ്ക്ക് കുറച്ച് അകൽച്ചയൊക്കെ ഉള്ളതായിട്ട്? ഒരു അകൽച്ചയില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു അകൽച്ച ഉണ്ടായിട്ടില്ല. അച്ഛൻ മരിച്ചതിന് വേണ്ടി വന്നു അകൽച്ച ഇല്ലാതാവും? അല്ല, അത് സ്വാഭാവികമായിട്ട് അന്നുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ അകൽച്ചയുണ്ടാക്കി. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ ചില സ്തുതിപാഠകരുടെ പ്രവർത്തനങ്ങളാണ് കുഴപ്പമുണ്ടാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ? വളരെ പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. UPA സംവിധാനം ഇന്ത്യയിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നൊരു സംസ്ഥാനം കേരളമായിരിക്കും. ഞാൻ പറഞ്ഞ 20ൽ 16 സീറ്റെങ്കിലും ജയിക്കുന്നതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. പക്ഷേ സംഘടനാ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ CPM-ഉം BJP പോലും നിങ്ങളെക്കാൾ ശക്തരാണ്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ നേരിടാൻ കേന്ദ്രത്തിൽ കോൺഗ്രസിനെ കഴിയൂ എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് മൈനോറിറ്റീസിന്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്ത മൈനോറിറ്റീസ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും. കാരണം ഗവൺമെൻറ് ഉണ്ടാക്കാൻ കോൺഗ്രസിനെ കഴിയുമെന്ന് അവർക്കറിയാം. അത് UDFൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. പക്ഷേ അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പാർട്ടീനെ കുറേ കൂടെ സജ്ജമാക്കേണ്ടതുണ്ട്. സർവേകളിലൊക്കെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനാണ് പിന്തുണ കൂടുതലായിട്ട് സർവേകളിൽ. ഞാൻ ചോദിക്കട്ടെ, അത് ആരുണ്ടാക്കുന്ന സർവേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിൻ്റ്? എന്താ ആദ്യമായിട്ടല്ല ഒരു മുഖ്യമന്ത്രിക്ക് എന്ത് നേട്ടമുണ്ടായി? ഞങ്ങൾ കൊണ്ടുവന്ന 1-2 പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത് നേട്ടമാണോ? ഒരു എയർപോർട്ട് ഉദ്ഘാടനം ചെയ്താണോ ഒരു സർക്കാരിൻ്റെ നേട്ടം എന്ന് പറയുന്നത്? അത് ഞങ്ങൾ കൊണ്ടുവന്നല്ലേ. പിന്നെ എന്തുണ്ടായിട്ടില്ല? സാധാരണക്കാരനെ ബാധിക്കുന്ന, അവർക്ക് മെച്ചമുണ്ടാകുന്ന എന്ത് വികസനം നടന്നു ഈ സംസ്ഥാനം? ഇപ്പോൾ പ്രളയം ഉണ്ടായപ്പോഴും മുന്നിൽ നിന്ന് അതിനെ നയിക്കാനും അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നാണ് ഒരു വില. അവർക്ക് ഈ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വല്ലതും കിട്ടിയോ? എന്തുകൊണ്ട് അത് തുറന്നു കാട്ടാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല? അപ്പോഴേക്കാണല്ലോ ശബരിമലേനെ അതാണ് പറഞ്ഞത്, ശബരിമലേനെ മുഖ്യമന്ത്രി കരുവാക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണം. അല്ലല്ലേ, ശബരിമലയെ കരുവാക്കുന്നുവെന്ന് തുറന്നു കാട്ടാൻ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല? അത് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ.
പക്ഷേ അപ്പോഴേക്കും ഒരു എന്താ പറയേണ്ടത്, ഈ ഒരു വികാരം ഉണ്ടായി, ഭക്തജനങ്ങളുടെ വികാരം ഉണ്ടായി. ഞങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെടുന്നു എന്നുള്ള ചിന്താഗതി വന്നപ്പോൾ അതിന് പ്രാധാന്യം കിട്ടി. അവിടെയാണ് മുഖ്യമന്ത്രി ഇത് വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്നത്. അതെ, അത് രാഷ്ട്രീയത്തില് താങ്കളുടെ പിതാവ് കെ കരുണാകരൻ വരെ ഉപയോഗിച്ചുള്ള തന്ത്രമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് വേറൊരു ഇതിലേക്ക് ഇത് രാഷ്ട്രീയത്തിലെ തന്ത്രമാണ്. അദ്ദേഹം എടുത്ത് പയറ്റുന്നു. അത് അദ്ദേഹത്തിന് കഴിവായിട്ട് അംഗീകരിച്ചൂടെ? അല്ല, അത് കഴിവല്ല. ഒരു മതവികാരങ്ങളെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിലേക്ക് കോൺസെൻട്രേഷൻ പോയി. അതിനാരും കുറ്റം പറയാൻ പറ്റില്ല. ആലപ്പാട് പോലൊരു ഗ്രാമം, അവിടെ മൈനിങ്ങിനെതിരെ വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഒന്നും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെ ഒരുപാട് പേർക്ക് ക്യാൻസർ വരുന്നു. ഒരു വലിയ ക്യാമ്പയിൻ തന്നെ സോഷ്യൽ മീഡിയയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യധാര പാർട്ടികളൊന്നും അവിടേക്ക് പോകുന്നില്ല. ഒരു പ്രാദേശികമായിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് വന്നിട്ടുള്ളത്. അത് പാർട്ടി തീർച്ചയായിട്ടും അക്കാര്യത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ലോക്കൽ MP-യും ഒക്കെ ആയിട്ട് അക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. PC ജോർജൊക്കെ UDF-ലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അതൊക്കെ കൂട്ടായിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. UDF-ലേക്ക് ആര് വരുന്നതിനും UDF-ൽ ചർച്ച ചെയ്ത് അത് UDF-ന് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പരിശോധിക്കാതെ ഒന്നും ഏകപക്ഷീയമായിട്ട് പറയാൻ സാധ്യമല്ല. നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് ഈ കാര്യങ്ങളിൽ പോകുമ്പോൾ INL-നെ, ജാനുവിൻ്റെ പാർട്ടിയെ, ജനതാദളിനെ, ഇങ്ങനെ എല്ലാവരെയും കൂട്ടി LDF അതിൻ്റെ ബേസ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അവരൊക്കെ കഴിഞ്ഞ ഇലക്ഷനിൽ അവരുടെ കൂടെ നിന്നവരല്ലേ. കഴിഞ്ഞ തവണ ഈ ജാനുവൊക്കെ BJP-യുടെ കൂടെയും പോയിട്ടുണ്ടല്ലോ. ജാനു ഏത് ഭാഗത്ത് നിന്നാലും ഒരു പ്രശ്നവുമില്ല. കാരണം ജാനു നിന്ന ഭാഗത്തൊക്കെ തോൽക്കാറുണ്ട്. ജാനുവിന് അങ്ങനത്തെ ഒരു ഹോൾഡും ഇല്ല. ജാനു എനിക്ക് കോൺഗ്രസ് പിന്തുണയോടെ നിന്നു 2000-ൽ പഞ്ചായത്ത്. ആദ്യമായിട്ടല്ലേ ഇടമുന്നണിക്ക് വരുന്നത്? അവരുടെ കൂടെ തന്നെയായിരുന്നല്ലോ. മുന്നണിക്ക് അകത്ത് വന്നില്ല എന്നല്ലല്ലോ, പുറത്താണല്ലേ നിന്നിരുന്നത്. അവരുടെ കൂടെ തന്നെയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിൽ ആകെ വീരേന്ദ്രകുമാർ മാത്രമാണ് പോയിട്ടുള്ളത്. വീരേന്ദ്രകുമാർ പോയി. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു കാരണവും ഇല്ലാണ്ടാണ് പോയത്. ഞങ്ങളൊന്നും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി തോറ്റതിന് ഞങ്ങളാണ് ഉത്തരവാദി. എല്ലാവരും തോറ്റില്ലേ? ഞങ്ങളും തോറ്റില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് പരാജയം വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഈക്വലായിട്ട് ഷെയർ ചെയ്യണ്ടേ? ജയിക്കുമ്പോൾ ഷെയർ ചെയ്യുന്ന പോലെ തോൽക്കുമ്പോഴും ഷെയർ ചെയ്യണ്ടേ? അപ്പോൾ ഒരു ഇലക്ഷനിലെ തോൽവിയുണ്ട്. അപ്പോൾ RSP അങ്ങനെ അവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുന്നില്ലേ? RSP ലോക്സഭയിലേക്ക് ജയിച്ചെങ്കിലും അസംബ്ലി പൂർണ്ണമായിട്ട് തോറ്റു, ബ്ലാങ്കായിപ്പോയി. പക്ഷെ അവർ നിലപാടെടുത്തല്ലോ സ്ട്രോങ് ആയിട്ട്. ഞങ്ങളോട് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. പിണറായി എത്ര തവണ വിളിച്ചു, കോടിയേരി എത്ര തവണ ക്ഷണിച്ചു, അവർ പോയില്ലല്ലോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ അങ്ങനത്തെ സ്റ്റാൻഡ് ഉണ്ടാവണം. ഒരു തോൽവിയോണ്ട് ലോകം അവസാനിക്കുമോ? സാമ്പത്തിക സംവരണം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അത് എന്തെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഇല്ല, കാരണം കോൺഗ്രസ് അക്കാര്യത്തിൽ വ്യക്തമായിട്ട് നയമെടുത്തിട്ടുണ്ട്. നിലവിലുള്ള 50% റിസർവേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ജനറൽ കോട്ടയിൽ 10% മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്ക് കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. കാരണം നമ്മളൊരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ആ നിയമം നടപ്പാക്കണം. ഇപ്പോൾ ഈ നിയമം കൊണ്ടുവന്നു. ഇപ്പോൾ പറയുന്നത് നിയമസഭ പാസ്സാക്കേണ്ടതെന്നാണ് പറയുന്നത്. 50%-ൽ കൂടുതൽ നിയമസഭകൾ പാസ്സാക്കിയില്ലെങ്കിൽ ഇതിന് ഈ ഒരു ഉദ്ദേശിച്ച പോലെ ലീഗൽ വാലിഡിറ്റി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത് മിക്കവാറും കോടതി റദ്ദാക്കും. അപ്പോൾ മുസ്ലിം ലീഗ് ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അവകാശത്തിൽ കൈവയ്ക്കരുത്, എന്നാൽ മറ്റുള്ളവർക്ക് ആനുകൂല്യം കിട്ടുന്നതിന് ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ? അങ്ങനെയുള്ളൊരു ശ്രമവും ഇപ്പോൾ കേന്ദ്രം കാണിച്ചില്ല. 3 അസംബ്ലി തോറ്റു എന്ന് അറിഞ്ഞ ഉടനെ ഒരു തലേ ദിവസം അങ്ങനെയാണ് ബില്ല് കൊണ്ടുവരണ്ടേ? ഇതൊരു ഭരണഘടനാ ഭേദഗതിയല്ലേ? ഭേദഗതി ചെയ്യുന്ന എൻ്റെ ഹോംവർക്ക് പോലും ചെയ്തോ? ഒരു പൊളിറ്റിക്കൽ പാർട്ടികളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയോ? ഞങ്ങൾ വോട്ട് ചെയ്ത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതായിരുന്നു. പക്ഷെ നടപ്പാക്കേണ്ട രീതി ഇങ്ങനെയായിരുന്നില്ല. സാമ്പത്തിക സംവരണത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കും എന്ന് ഞങ്ങൾ ആ തീരുമാനം തന്നെ ഞങ്ങൾക്കുള്ളൂ. കെ കരുണാകരൻ ചെറുപ്പക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തൊരു നേതാവാണ്. പക്ഷെ ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ്സിൽ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്നില്ല എന്ന് വ്യാപകമായ പരാതി. പഴയ നേതാക്കൾ തന്നെ 19 വർഷമായിട്ട് അവർ തന്നെ മുഖ്യ സ്ഥാനങ്ങളിലൊക്കെ തുടങ്ങി. അതായത് നിയമസഭയിൽ കൊടുക്കുന്നുണ്ടല്ലോ, ചെറുപ്പക്കാരുണ്ടല്ലോ. എത്ര പേരുണ്ട്? അല്ല, കഴിഞ്ഞ തവണയും ഈ തവണയൊക്കെ ചെറുപ്പക്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ ലിസ്റ്റിൽ നിന്ന് വന്നവരാണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, ഒരാളെ തുടർച്ചയായിട്ട് ജയിപ്പിക്കുന്നത് അയാളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ? ജയിക്കുന്ന ഒരാളെ മാറ്റിയിട്ട് പുതിയ ആൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് പാർട്ടി അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല.
അതേസമയം CPM പോലുള്ള പാർട്ടിയിൽ 2 തവണ മത്സരിച്ച് കഴിഞ്ഞാൽ മാറി ഇപ്പോൾ നിൽക്കണം. CPM ൽ ഇപ്പോൾ എത്ര പേരായി? ശർമ്മ എത്ര കാലമായി മത്സരിക്കുന്നു? അല്ല, അത് വളരെ എക്സെപ്ഷണൽ അല്ലേ ഉള്ളൂ. അച്യുതാനന്ദൻ എത്ര തവണയായി മത്സരിക്കുന്നു? അല്ല, അതൊക്കെ എക്സെപ്ഷണൽ അല്ലേ. ജി സുധാകരൻ എത്ര കാലമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്നു? തോമസ് ഐസക് എത്ര കാലമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്നു? ഞങ്ങൾ എത്രയല്ലേ ചെയ്യുന്നുള്ളൂ. 10-30 വർഷം MLA ജനം ജയിപ്പിച്ചോണ്ടല്ലേ, അല്ലാണ്ട് ഒളിച്ച് കയറുന്നോണ്ടല്ലേ. 35 വയസ്സിന് താഴെയാണ് ഇന്ത്യയിലെ 65% ആൾക്കാർ. അപ്പൊ അവർക്ക് ഒരു പ്രാതിനിധ്യം ലഭിക്കണ്ടേ? അല്ല, ഞങ്ങൾ രാഹുൽ ഗാന്ധി അത് ശക്തമായിട്ട് പറയുന്നുണ്ട്. അല്ല, അത് കൊടുക്കുന്നുണ്ടല്ലോ. നിയമസഭയിലേക്കൊക്കെ കഴിഞ്ഞ തവണയും സീറ്റ് കൊടുത്തു. അതിലും ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ളൊരു കൂട്ടം MLA ഞങ്ങൾക്കില്ലേ? ഇപ്പൊ ക്യാമ്പസുകളിൽ SFI ഉള്ളൂ, KSUവിന്റെ പേര് പോലും കേൾക്കാനില്ല. അതെ, അതുണ്ട്. അത് ശരിയാണ്. അത് ഒന്ന്, ഈ ഇലക്ഷൻ രീതി തന്നെ ശരിയല്ല. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മുമ്പ് ചെയ്തിരുന്ന പോലെ ഇലക്ഷനിൽ എല്ലാവർക്കും എന്താ പറയേണ്ടത്, പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ഒക്കെ കുറേ ബോഗസായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇലക്ഷൻ നടത്തുകയാണ്. അതൊന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ജനാധിപത്യ രാജ്യം, ജനാധിപത്യ പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാതെ പോകുന്നത്? തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ഇപ്പോൾ വിരോധമൊന്നുമില്ല. പക്ഷെ വഴിയിൽ അടി നടക്കുകയല്ലേ ഇപ്പോൾ? അങ്ങനെയൊക്കെ നോക്കിയാൽ നടക്കുമോ? അങ്ങനത്തെ കാര്യമായിട്ട് അടിയൊന്നുമില്ല. അതൊക്കെ ചില കാര്യങ്ങൾ ഊതി ഉറപ്പിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ മെമ്പർഷിപ്പ് കൊടുക്കുന്നവർ ഭാവിയിൽ പാർട്ടിക്ക് പ്രയോജനം ഉണ്ടാവണം, അത്രയും. അല്ല, അടിയുടെ കാര്യത്തിൽ താങ്കൾക്കെതിരെ എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ മുണ്ട് പറിച്ച് കളഞ്ഞതില് അല്ല, ഞാൻ മുരളീധരന്റെ ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞ ആക്ഷേപം ഉണ്ടായിരുന്നു. അതൊക്കെ ആക്ഷേപം ഉണ്ടായത്. അതിനുശേഷം എത്ര അടി കടന്നുകൂടെ? അടിയൊന്നൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് പാർട്ടി ഇലക്ഷൻ നടത്തിയാൽ അടി നടക്കുന്നൊക്കെ ഇലക്ഷനെ ഭയപ്പെടുന്നവർ പറയുന്നത്. ഇലക്ഷൻ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭൂരിപക്ഷം ഇലക്ഷനെ ഭയക്കുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അതാണ് യാഥാർത്ഥ്യം. ഇലക്ഷനെ ഭയക്കുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അടി നടക്കുന്ന അങ്ങനത്തെ അടി നടക്കുകയൊന്നുമില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നടത്തി, അടി വല്ലതും ഉണ്ടായോ? KSU ഇലക്ഷൻ നടത്തി, എവിടെ അടി ഉണ്ടായത്? നാളെ കോൺഗ്രസ് റൊട്ടീനായിട്ട് ഇലക്ഷൻ നടത്തി നോക്കൂ, അടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ച അഭിപ്രായക്കാരനാണ്. കെ കരുണാകരനും AK ആന്റണിയുള്ള സമയത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വയലാർ രവിയും ആന്റണിയും തമ്മിൽ ഏറ്റുമുട്ടി. വയലാർ രവി ജയിച്ചു. അതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ വലിയ ബഹളങ്ങളുണ്ടായില്ലേ? അല്ല, അത് അന്ന് പറ്റിയൊരു പാളിച്ച തന്നെയാണ്. AK ആന്റണിയെ പോലത്തെ ഒരാളെ തോൽപ്പിക്കേണ്ടിയിരുന്നില്ല. അത് ലീഡറല്ലേ ഒരു നേതൃത്വം നൽകിയത്? അല്ല, അത് ഞാൻ പറഞ്ഞത്, അത് അദ്ദേഹത്തിൻ്റെ കൂടെ എന്ന ചിലരുടെയൊക്കെ നിർബന്ധമായിരുന്നു. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയ്ക്ക്. ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല. അന്ന് സത്യത്തിൽ AK ആന്റണിയെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുകയും മറ്റു പോസ്റ്റുകളൊക്കെ ഞങ്ങൾ മത്സരിച്ച് ജയിക്കുക, ആ ഒരു ഐഡിയയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അത് നടന്നിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവില്ല. എവിടെയാണ് പിന്നെ അത് തെറ്റിയത്? അത് ചിലരൊക്കെ തെറ്റിച്ചാണ്. ഞാൻ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കണ്ടല്ലോ. അല്ല, എന്നാലും ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തണമല്ലോ ചില കാര്യങ്ങൾ. ചരിത്രത്തിലെ സത്യം എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഞാനായിട്ട് ചരിത്രം പറഞ്ഞ് ഇന്നുള്ള നല്ലൊരു അന്തരീക്ഷം ഇല്ലാതാക്കുന്നില്ല. ലീഡറെ കുറിച്ച് പറയുമ്പോൾ ലീഡറുടെ എല്ലാവരും ഓർക്കുന്നൊരു കാര്യം അച്ഛനും അമ്മയായിട്ടുള്ള ഒരു ഊഷ്മള ബന്ധമാണ്. കല്യാണിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞാൽ ലീഡറെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്തായാലും ഇതുപോലെ ആ ഒരു ബന്ധത്തെ എങ്ങനെയാണ് ഇപ്പോൾ ഓർക്കുന്നത്? അമ്മ പോയതോടുകൂടിയിട്ടാണ് അച്ഛൻ്റെ എന്താ പറയേണ്ടത്, ഒരു ഊർജം നഷ്ടപ്പെട്ടത്. അതിനുശേഷം ആക്സിഡൻറ്റിൻ്റെ തളർച്ചയേക്കാൾ അച്ഛനെ ബാധിച്ചത് അമ്മയുടെ മരണമായിരുന്നു. അതിങ്ങനെ ആ ഓർമ്മകളിങ്ങനെ അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അമ്മയുണ്ടായിരുന്നെങ്കിൽ അച്ഛനെയൊക്കെ അടുത്ത് നിന്ന് ശുശ്രൂഷിക്കാനും കഴിയുമായിരുന്നു. അത് അമ്മയുടെ വേർപാടാണ് സത്യത്തിൽ അച്ഛൻ്റെ എന്താ പറയേണ്ടത്, രാഷ്ട്രീയത്തിലെ ഒരു ഗ്രാഫ് താഴോട്ട് പോയതിൽ ആ മരണം വലിയ പങ്കുവച്ചിട്ടുണ്ട്. അല്ല, ലീഡർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് താങ്കൾ ചെറുപ്പത്തിൽ സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് അമ്പലങ്ങളിലൊക്കെ നേർച്ച നേർന്ന് ശേഷമാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആൾക്കാര് ഇയാൾ കടിഞ്ഞൂൽപൊട്ടനാണോ എന്ന് വരെ പറഞ്ഞ് കളിയാക്കിയിരുന്നു. അന്ന് പുള്ളിക്ക് വളരെ വിഷമായിരുന്നു. പക്ഷെ ആ ആളാണ് ഇപ്പൊ ഇത്രയും ശക്തമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ വല്ലതും പറഞ്ഞിട്ടുണ്ട് ആ ചെറുപ്പകാലത്തെ കുറിച്ച്? ഇല്ല, അത് അന്നൊരു പ്രയാസം ഉണ്ടായിരുന്നു, ഇങ്ങനെ സംസാരിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം. പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ട് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ പരിശീലനമാണ് പിന്നീട് നന്നായി സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് വന്നു. താങ്കൾ ലീഡറുമായിട്ട് ചെറിയ അകൽച്ചയിലായിരുന്നു പ്രചരണം നടക്കുമ്പോൾ ഒരു ആക്ഷേപമായിട്ട് പറഞ്ഞു ഈശ്വരവാരുടെയും രാജ്യം കേസുമായിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരു കാലത്തിൻ്റെ തിരിച്ചടിയാണെന്നൊക്കെ. അല്ല, അതിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. രാജൻ്റെ തിരോധാനത്തിനെ കുറിച്ച് അച്ഛനൊന്നും അറിഞ്ഞിരുന്നില്ല. അച്ഛനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ കസ്റ്റഡിയിൽ എടുത്തെങ്കിലും പിന്നീട് അയാൾ കസ്റ്റഡിയിൽ നിന്ന്
വിട്ടതിന് ശേഷം ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അത് അച്ഛൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ സംഭവം എനിക്ക് പറ്റിയ രാഷ്ട്രീയത്തിലേറെ വേദനിപ്പിച്ചത് രാജൻ്റെ തിരോധാനമാണെന്ന്. സത്യം പറഞ്ഞാൽ അച്ഛൻ ഈ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് രാജിവെക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ധാരണ, ഇയാൾ ആരോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ പുറത്തു വരും, സ്വന്തം മുന്നണിക്കകത്തോ അല്ലെങ്കിൽ പുറത്തോ ഉള്ള ശത്രുക്കൾ ആണ് ഒളിപ്പിച്ചു വെച്ചത്, തിരിച്ചു വരുന്നുള്ള ധാരണയുണ്ടായിരുന്നു. അത് അന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ രാജിവെക്കാൻ നിർബന്ധിതമായൊരു വിധിയും കൂടിയില്ലേ ഇതിൽ? പ്രഥമദൃഷ്ട്യ ഇതുണ്ടെന്ന് സുബ്രഹ്മണ്യം പോറ്റി. ഇന്നിപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും മന്ത്രിക്ക് ഇപ്പോൾ ഇരിക്കാൻ പറ്റുമോ? അതിനേക്കാൾ എത്ര വലിയ വിധി വന്നു. അല്ല, അന്ന് ലീഡർക്കെതിരെ വിധി പറഞ്ഞ സുബ്രഹ്മണ്യം പോറ്റി പിന്നീട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി. അത് അന്ന് അപ്പൊ അന്നത്തെ വിധി രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതിന് സംശയം എന്താ? മാത്രമല്ല CPM ഗവൺമെൻറ് കാലത്ത് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ആളാണല്ലോ സുബ്രഹ്മണ്യം പോറ്റി. അദ്ദേഹം പിന്നെ ജഡ്ജിയായപ്പോഴും ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിധിയുടെ ആവശ്യമില്ലല്ലോ. ഉമ്മൻചാണ്ടിയെ പോലൊരാള് ഇപ്പോൾ ദേശീയ സെക്രട്ടറിയാണ്, AICC സെക്രട്ടറിയാണ്. അദ്ദേഹം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നൊക്കെയുള്ള പ്രചരണങ്ങൾ. അല്ല, അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടന്നിട്ടില്ല. പിന്നെ പാർട്ടിയുടെ ഒരു ഘടന അനുസരിച്ച് പറഞ്ഞാൽ സിറ്റിംഗ് MPമാരുടെ സീറ്റുകളിൽ വേറെ ആരെയും നിർദ്ദേശിക്കാറില്ല. കാരണം അത് ഹൈക്കമാൻഡിൻ്റെ ക്ലിയറൻസ് കിട്ടണം. ഇപ്പം അങ്ങനെയുള്ള 4 സീറ്റോ മറ്റോ ആണുള്ളത്. ശശി തരൂരുണ്ട്, പിന്നെ KC വേണുഗോപാൽ, തോമസ് മാഷുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, മുല്ലപ്പള്ളി. അവരൊക്കെ വീണ്ടും മത്സരിക്കുമോ? അല്ല, അത് അതിനെക്കുറിച്ച് ആ സീറ്റുകളിൽ എന്ത് വേണമെന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള സീറ്റുകളിൽ ഇവിടുന്ന് തീരുമാനിച്ചറിയിക്കും. അല്ല, ഇപ്പൊ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണെന്ന് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി പറഞ്ഞു. ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അല്ല, അവർക്ക് കൊടുത്തിട്ടുള്ള സീറ്റാണ് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. ലീഗിൻ്റെ 2 സിറ്റിംഗ് സീറ്റുണ്ട്. കൊല്ലത്ത് പ്രേമേന്ദ്രൻ്റെ സീറ്റ് RSPയുടെ സീറ്റാണ്. അതൊക്കെ അവർക്ക് തന്നെ കൊടുക്കും. അല്ല, രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്ത സാഹചര്യത്തിൽ മാറ്റമൊന്നുമില്ല. ഇല്ല, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ വീരേന്ദ്രകുമാറിന് കൊടുത്ത സീറ്റ് മാത്രം ഞങ്ങൾ എടുക്കും. അല്ല, ഈ ഉമ്മൻചാണ്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയ സാഹചര്യത്തിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന് താങ്കൾക്ക് താല്പര്യമുണ്ടോ? അല്ല, അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സേവനം നിയമസഭയിൽ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളാകെ 22 പേരേ ഉള്ളൂ നിയമസഭയിൽ. അപ്പോൾ ഒരു ഊർജ്ജം കിട്ടാൻ ഒരാൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമാണ്. താങ്കളുടെ ഭാവി? ഞാനതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പക്ഷേ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കുള്ളൂ. വേറെ ഒരു മണ്ഡലത്തിലേക്ക് അതില്ല. അത് ആ കാര്യത്തിൽ ഉറച്ച തീരുമാനമാണ്. എന്ത് തന്നെ വന്നാലും നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നാണ് പാർട്ടി പറയുന്നതെങ്കിൽ നിയമസഭയിലേക്ക് ഈ സീറ്റിൽ മാത്രമേ മത്സരിക്കൂ. അല്ല, താങ്കൾ ഒരു കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന പേരിൽ പ്രൊജക്ട് ചെയ്യപ്പെട്ട ആളാണ്. ഇപ്പൊ ഒരു MLA സ്ഥാനത്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഒരുപാട് താഴോട്ട് പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടോ? ഇല്ല, കാരണം എനിക്ക് അഭയം നൽകിയൊരു കോൺസ്റ്റിറ്റ്യുവൻസിനെ ഞാൻ ഉപേക്ഷിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അവിടെ മത്സരിക്കുള്ളൂ എന്ന് പറയാൻ കാരണം. ലീഡറെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ലീഡറുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി കൈവിട്ട് നിലപാടെടുക്കും. അതിന്റെ പേരിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടുണ്ട്. പക്ഷെ താങ്കൾ അതുപോലെയുള്ള ഒരു ശൈലിയല്ല താങ്കളെ കൂടെ നിൽക്കുന്നവരെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു നിലപാട് ലീഡർ എടുക്കുന്ന പോലെ കൈവിട്ടൊരു കളിക്ക് താങ്കൾ തയ്യാറാവില്ല. കൈവിട്ട് കളിച്ചവരൊക്കെ പിന്നീട് അങ്ങ് എന്നെ കൈവിട്ടു പോയി. അതുകൊണ്ട് ഇപ്പോൾ കൈവിട്ടിട്ടുള്ള കളി നിർത്തിയതാ. അദ്ദേഹം 2 കാര്യം പറയാറുണ്ട്. ഒന്ന്, ഒരു സംഘടനയുടെയും ട്രഷറർ സ്ഥാനം ഏറ്റെടുക്കരുത്. കാരണം പണം കൈകാര്യം ചെയ്യുമ്പോൾ ചീത്തപ്പേരുണ്ടാകും. 2, എന്നെങ്കിലും മന്ത്രിയാവുകയാണെങ്കിൽ ഒരിക്കലും എക്സൈസ് വകുപ്പ് എടുക്കരുത്. കാരണം അത് ആളുകളുടെ ശാപം ഉണ്ടാക്കും. ഒരു മന്ത്രി സ്വന്തം വകുപ്പിന് ലാഭം ഉണ്ടാക്കാനാണ് നോക്കുക. എക്സൈസ് വകുപ്പിന് ലാഭം ഉണ്ടാക്കുമ്പോൾ അത് സാധാരണക്കാരൻ്റെ കണ്ണീരായിരിക്കും. ഈ 2 ഉപദേശം മാത്രമേ അദ്ദേഹം നൽകിയിട്ടുള്ളൂ. എന്നെങ്കിലും താങ്കൾ കേരളത്തെ ഭരിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ആവുന്നതാവട്ടെ, അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എന്നാൽ അതിനുള്ള ഒരു വിശ്വാസം, ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? അല്ല, ഏത് സ്ഥാനം കിട്ടിയാലും നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. അതില്ലാത്തവർക്ക് ഈ ഫീൽഡിൽ പറ്റില്ലല്ലോ. പക്ഷേ എന്ന് വിചാരിച്ചാൽ അത് ആയിക്കോളണമെന്നൊന്നുമില്ല.
അപ്പോൾ താങ്കളുടെ ആത്മവിശ്വാസം താങ്കളെ മുന്നോട്ട് നയിക്കട്ടെ. Thank you. പ്രത്യേകം നന്ദി. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.